അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഈ കുത്തുബ്ഗഞ്ച് എന്ന് പറയും, ബീഹാറിലെ കുത്തുബ്ഗഞ്ച്. അവിടെയുള്ള ഞങ്ങളുടെ ഒരു അധ്യാപകനുണ്ട്, ഞങ്ങൾ ദാറുൽ അൻസാറിൽ പഠിപ്പിച്ചിരുന്ന അദ്ദേഹം. ഞങ്ങളൊപ്പം PG പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അൻസാർ അറബി കോളേജിൽ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന സ്ഥാപനത്തേക്ക് വന്നതാണ്. ബംഗാളിലെ കാഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഗ്രാമീണ കാഴ്ചകളാണ് ഞങ്ങളിവിടെ കാണുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് മദ്രസത്തു ബഹരിൽ ഉലൂം എന്ന് പറഞ്ഞിട്ടുള്ള കുത്തുബ്ഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള സ്ഥാപനത്തിലാണ് ഞങ്ങളുള്ളത്. ഇവിടുത്തെ അവസ്ഥകളൊക്കെ കാണുമ്പോൾ മനസ്സിലാണ്, വളരെ ദരിദ്രമായ ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മളെ പൈപ്പ് വെള്ളം ഇങ്ങനത്തെ സംവിധാനങ്ങളൊന്നും ഇവിടെ അങ്ങനെ കാണുന്നില്ല. ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിളാണിത്. എന്തിനാണെന്ന് വെച്ചാൽ അവർ നമ്മളെ മുമ്പത്തെ മദ്രസ ഈ പള്ളി ദർസ് സിസ്റ്റം അല്ലേ, അതുപോലെ ഓരോ വീടുകളിൽ പോയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾക്ക് കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുള്ളതാണ് ഈ സംവിധാനങ്ങൾ. പിന്നെ വെള്ളം എടുക്കാൻ നമ്മളെ മോട്ടർ സംവിധാനങ്ങളൊന്നും ഇവിടെ കാണാനില്ല. നമ്മളെ മുമ്പത്തെ ഈ കുഴൽക്കിണറുണ്ടായിരുന്നല്ലോ, ഇങ്ങനെ അടിച്ചിട്ട് വെള്ളം എടുക്കുന്ന സംവിധാനം, ആ സംവിധാനമാണ് ഇവിടെ ഉള്ളത്. കിണ്ടിയും ഇതൊക്കെയാണ് പലപ്പോഴും യൂസ് ചെയ്യുന്നത്. ഒരു പൈപ്പ് സംവിധാനം ഇവിടെ കാണുന്നുണ്ട്, പക്ഷേ ടോയ്ലറ്റുകളിൽ മറ്റൊന്നും അങ്ങനത്തെ സംവിധാനങ്ങൾ കാണാൻ കഴിയില്ല. പിന്നെ ഈ ഒരു രീതിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് കുട്ടികളെ പള്ളിയാണ്, അവിടെ അവർ നിസ്കരിക്കുന്ന കാഴ്ചയാണ്. പുറത്ത് ഭാഗത്തൊക്കെ സ്ഥലമില്ലാത്തതിനോട് കുട്ടികൾ പുറത്തും ഇതൊക്കെ ഉണ്ട്, ഉള്ളിൽ പള്ളിയിൽ ആളുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെയൊക്കെ അവസ്ഥകൾ. നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിയമത്തിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഈ ദൃശ്യങ്ങളൊക്കെ ഉപകാരപ്പെടും. പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് നമ്മളുടെ നാട്ടിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോഴും കയറാത്ത ജീവിതങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവർക്ക് കഴിയുന്ന രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനും ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇംഗ്ലീഷും മറ്റ് ഭാഷകളും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊരു മദ്രസയാണ്, ഒരു സ്കൂൾ ടൈപ്പിലാണ്. അപ്പോൾ ഇസ്ലാമിക വിജ്ഞാനങ്ങളും മറ്റു വിജ്ഞാനങ്ങളൊക്കെ പഠിപ്പിക്കപ്പെടുന്ന സംവിധാനങ്ങളാണ്. ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഇതാണ് ഈ വിദ്യാഭ്യാസം പോലെയുള്ള സംവിധാനം കൊണ്ടാണല്ലോ നവോത്ഥാനങ്ങളൊക്കെ സാധ്യമാകുക. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഇങ്ങനത്തെ ഇതിനൊക്കെ പണവും കാര്യമൊക്കെ ഉള്ള ആളുകൾക്ക് സഹായിക്കാൻ കഴിയുകയാണെങ്കിലൊക്കെ വലിയ ഹൈറായിട്ടുള്ളൊരു കാര്യമാണ്.